ഈ വർഷം നമുക്ക് വളരെ ദുർബലമായ മൺസൂണാണ്. അപ്പൊ ഒരു നല്ല മഴ പെയ്തിരുന്നെങ്കിൽ ഇത് എന്നോ വീഴുമായിരുന്നില്ലേ? അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. വളരെ സമഗ്രമായ അന്വേഷണം വേണം. നമസ്കാരം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് ടവർ തകർന്നു വീണ അപകടം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇത്തരത്തിൽ 150 വർഷത്തോളം കാലപ്പഴക്കമുള്ള ക്ലോക്ക് ടവർ തകർന്നു വീണിരിക്കുന്നത്. അതിന്റെ സമീപത്ത് തന്നെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ട്രെയിൻ കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ഉച്ചയ്ക്ക് ശേഷം പുറപ്പെടേണ്ടതായിരുന്നു. അതിനാൽ തന്നെ കാര്യമായിട്ടുള്ള ആളുകൾ പ്ലാറ്റ്ഫോമിലും പരിസരത്തും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളപായമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഈ ക്ലോക്ക് ടവർ തകർന്നു വീണെന്ന് കണ്ട ജീവനക്കാർ എല്ലാവരും തന്നെ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടേക്ക് പോലീസുകാരും മറ്റും ചേർന്ന് ഇവിടെ അടച്ചുകെട്ടി ബന്ദോബസ്താക്കി വെച്ചിരിക്കുകയാണ്. അവിടേക്ക് ആളുകളെ കടത്തിവിടുന്നില്ല. മാത്രമല്ല ഈ പ്ലാറ്റ്ഫോം ഇപ്പോൾ പൂർണ്ണമായും ഒഴിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഇന്ന് രാവിലെ ഏകദേശം 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ എന്റെ പിറകിൽ കാണുന്ന സ്ഥലത്തെ ക്ലോക്ക് ടവർ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതാണ്ട് 150ഓളം വർഷം പഴക്കമുള്ള ഒരു ക്ലോക്ക് ടവർ ആണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെയിൽവേ പോലീസ് വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റെയിൽവേ പോലീസ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പരിശോധന നടത്തുകയുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കെട്ടിടത്തിന് കാലപ്പഴക്കം ഉണ്ടെന്നും ഇന്ന് കാലത്ത് തന്നെ അത് പൊളിച്ചു നീക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ യാത്രക്കാർ കടക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ പ്ലാറ്റ്ഫോമിനകം തന്നെ അവർ പ്രത്യേക മഞ്ഞ വര ഉപയോഗിച്ച് അടയാളപ്പെടുത്തി വെക്കുകയും ചെയ്തിരുന്നു. ഇന്ന് കാലത്ത് 10 മണിയോടുകൂടി ഈ കെട്ടിടം പൊളിച്ചു നീക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് റെയിൽവേ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് കാലപ്പഴക്കവും അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന മഴയുമാണ് ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അവർ നൽകുന്ന വിശദീകരണം. ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇനിയും റെയിൽവേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതിനിടെ ഇവിടെ എത്തിച്ചേർന്ന കോഴിക്കോട് നോർത്ത് മണ്ഡലം MLA ആയിട്ടുള്ള ജയന്തും റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ ചെറിയ തരത്തിലൊരു ചെറിയ വാക്കേറ്റം ഉണ്ടാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പക്ഷെ നിങ്ങൾ ഉപയോഗിച്ച രാഷ്ട്രീയ കളിക്കും ഞങ്ങൾ രാഷ്ട്രീയം കളിക്കാനല്ല ഞങ്ങളുടെ ജനാധിപത്യ രാഷ്ട്രത്തിന് ഉത്തരവാദിത്തമാണ്. ഇതിനകത്ത് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വളരെ വലിയ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആദ്യം കരുതിയത് അവർ ചെന്ന് സംസാരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത് ഇന്നലെ ഇൻസ്പെക്ഷൻ നടന്നിട്ടുണ്ട്, ഇത് പൊളിക്കാൻ തീരുമാനിച്ചു എന്നാണ്. ഇന്ന് രാവിലെ എൻ്റെ ചോദ്യം, പൊളിക്കാൻ തീരുമാനിച്ച പ്ലാറ്റ്ഫോമിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പൊ നമ്മുടെ കോമൺ സെൻസിനെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ എത്രയോ കാലമായി ഉദ്യോഗസ്ഥന്മാരും കണ്ടില്ല, വളരെ അഗ്രസീവായി നമ്മളാരും അവിടെ എത്തരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവരൊക്കെ നിൽക്കുന്നത്. പിന്നെ നമ്മളൊക്കെ ഇതിനൊക്കെ മറികടന്ന് ഇത്രയും കാലത്തെ പൊതുപ്രവർത്തന ജീവിതം കൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഒളിപ്പിക്കാൻ പലതും റെയിൽവേക്ക് ഉണ്ട്. കാരണം ഇന്നലെയാണ് ഇൻസ്പെക്ഷൻ ചെയ്തതെന്ന് അവർ പറയുന്നുണ്ട്. ഇന്നത്തേക്ക് പൊളിക്കാൻ വെച്ചു. എന്റെ ചോദ്യം, ഈ വർഷം നമുക്ക് വളരെ ദുർബലമായ മൺസൂണാണ്. അപ്പൊ ഒരു നല്ല മഴ പെയ്തിരുന്നെങ്കിൽ ഇത് എന്നോ വീഴുമായിരുന്നില്ലേ? അപ്പൊ ഇന്നലെ ഇൻസ്പെക്ട് ചെയ്ത് ഇന്ന് 24 മണിക്കൂർ ആവുന്നതിന് മുമ്പ് പൊളിയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏത് നിമിഷവും പൊളിഞ്ഞു പോകുമായിരുന്നു. എത്രയോ ആയിരക്കണക്കിന് മനുഷ്യർ അവരുടെ ദിവസവും വരുന്നൊരു ഇടാണത്. ആ ഇടത്ത് പൊളിയുന്നതിന്റെ മണിക്കൂർ മുമ്പാണോ, പൊളിഞ്ഞു വീഴുന്നതിന്റെ മണിക്കൂർ മുമ്പാണ് ഇൻസ്പെക്ഷൻ നടത്തേണ്ടത്? 2, അങ്ങനെ ആ പറയുന്നതിൽ വാസ്തവുണ്ടെങ്കിൽ ആ പൊളിയാൻ പോകുന്ന ഇടത്ത് ഈ ഒരു ട്രെയിനിന്റെ ഇത് വരുമോ? അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. വളരെ സമഗ്രമായ അന്വേഷണം വേണം. പിന്നെ മാത്രമല്ല, ഇതിനകത്ത് ജനപ്രതിനിധികളും പലരും അവിടെ എത്തരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ ഇവരെ ചിലർക്കുണ്ടോയെന്ന് സംശയമുണ്ട്. ഇനി ഇത് രാജാവിനേക്കാളും വലിയ രാജഭക്തിയാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഏതായാലും നമ്മൾ പോയി കണ്ടു, സംസാരിച്ചു. നമ്മൾ മറ്റ് കമന്റുകളിൽ നിന്നിപ്പം മാറി നിൽക്കുകയാണ്. കാരണം നമ്മൾ വലിയ ഭാഗ്യം ഉണ്ട്, ആർക്കും ജീവൻ അപായം പറ്റിയില്ല. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. നമ്മൾ ഈ റെയിൽവേ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്, നമ്മൾ എത്ര കാലം ഇപ്പം ഇതിനകത്ത് പ്രയാസം അനുഭവിക്കുന്നത്. അപ്പൊ ആ പ്രയാസം അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് കൃത്യമായ സമയബന്ധിതമായി നടപ്പാക്കിയിരുന്നു, ഇതുണ്ടാവില്ലല്ലോ. ഇതൊക്കെ ഒരു വലിയ ഫണ്ട് നിശ്ചയിച്ച് അതിന് കരാറുകാരെ നിശ്ചയിച്ച് സമയബന്ധിതമായി നടപ്പാക്കാനല്ലേ. അപ്പൊ സമയബന്ധിതമായി ഇവിടെ നടപ്പാക്കുവാൻ ജാഗ്രത പുലർത്താൻ പറ്റിയില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഈ കരാറുകാരൻ മെല്ലെ പോകുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം നിറവേറ്റിയില്ല എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ ആയത്. ഏതായാലും നമുക്ക് ഒരു കാര്യത്തിൽ ആശ്വസിക്കുക. ഒന്ന്, ആർക്കും ഒരു ജീവാപായം പറ്റിയില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. രണ്ടാമത്തെ കാര്യം, ഇനി കുറേ ദിവസങ്ങൾ നമുക്ക് ഇനി റെയിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസം വരാൻ പോവുക. കാരണം ഒറ്റ റെയിൽവേ ലൈനാണ് ഇപ്പോൾ ഓപ്പറേഷണൽ, 4-ാം നമ്പർ. 1, 2, 3
പരിപൂർണമായി ഉപയോഗശൂന്യമായി. ഇനിയിപ്പോൾ അത് 8 മണിക്കൂർ കൊണ്ട് ഒന്നാം നമ്പർ ഫസ്റ്റ് ലൈന് ആവുമെന്ന് പറയുന്നത് നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കാം. പക്ഷേ ഏതായാലും ഇത് മൊത്തം സംസ്ഥാനത്തെ മൊത്തം ടൈമിങ്ങിനെയൊക്കെ ബാധിക്കും ഇത്. അപ്പം ഇത് ഇത്ര ലാഘവത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നില്ല. അപ്പം ഇതാരാണ് ഇതിന്റെ പുറകിൽ ഉണ്ടായിരുന്നുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിർബന്ധമായി നടപടി വേണം. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ MLA ആയിട്ടുള്ള ജയന്ത് റെയിൽവേ ഉദ്യോഗസ്ഥർക്കെതിരായിക്കൊണ്ട് ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതായത് ഇക്കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഇത്തരത്തിലൊരു ക്ലോക്ക് ടവർ ഇടിഞ്ഞു വീഴുന്നു. അതിനുശേഷം റെയിൽവേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വിശദീകരണം വരുന്നു. തങ്ങൾ ഇന്നലെ തന്നെ ഇൻസ്പെക്ഷൻ നടത്തുകയും ഈ റെയിൽവേ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ടുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊരു വിശദീകരണം റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത്തരത്തിൽ പൊളിച്ചു നീക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമിനകത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു ട്രെയിൻ കൊണ്ടുവന്ന് നിർത്തിയിട്ടിരിക്കുന്നത് എന്നൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇത് കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് പോകേണ്ട ഫാസ്റ്റ് പാസഞ്ചർ ട്രെയിനാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ട്രെയിൻ ഇവിടുന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നീങ്ങുക. ആ സമയത്തോ മറ്റോ ആണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകുന്നതെങ്കിൽ എത്രമാത്രം ആളപായം ഉണ്ടാകുമായിരുന്നു എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം നീങ്ങുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ പ്ലാറ്റ്ഫോമിനകത്ത് കാര്യമായിട്ട് ആളുകൾ ഇല്ലാതിരുന്നത് ഈ ട്രെയിൻ അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ പോലും ഈ ട്രെയിനിന് മുകളിലേക്കോ മറ്റോ വീണ് കഴിഞ്ഞാൽ പോലും ഉണ്ടാകുന്ന നഷ്ടത്തിന് ആരാണ് ഉത്തരവാദി എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് പിറകിൽ വലിയ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അനാസ്ഥയ്ക്ക് കാരണക്കാരാരാണോ അവരെ കണ്ടുപിടിക്കണം, ശിക്ഷിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി അദ്ദേഹം നടത്തിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടുന്ന് മടങ്ങിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനകത്ത് ഇത്തരത്തിലൊരു ക്ലോക്ക് ടവർ 150ഓളം വർഷം പഴക്കമുള്ള ഒരു ക്ലോക്ക് ടവർ ഇടിഞ്ഞു വീണിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ പിറകിൽ കാണുന്ന ഈ കെട്ടിടം ഇതെല്ലാം തന്നെ എത്രമാത്രം കാലപ്പഴക്കമുള്ളതാണ്. അതിന്റെ റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നത് ഏറ്റവും പുറമെയുള്ള ഈ ഭാഗം മാത്രം അവർ പുതുക്കി പണിതാണ്. ബാക്കിയുള്ളതെല്ലാം തന്നെ ഏതാണ്ട് ഈ പറയുന്ന പോലെ 150 വർഷത്തോളം പഴക്കമുള്ളതാണ്. അപ്പോൾ അവയെല്ലാം തന്നെ പൊളിച്ചു നീക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാരെത്തുന്ന ഒരു സ്ഥലമാണ് ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അവിടെ ഇത്തരത്തിൽ കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായ ഒരു കെട്ടിടം ഇത്ര കാലം പ്രവർത്തിച്ചത് എങ്ങനെയെന്നുള്ള ചോദ്യം കൂടി അവിടെ ഏറ്റവും പ്രധാനമായിട്ടും വരുന്നുണ്ട്. എന്തായാലും ഇതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതോടുകൂടി ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലൂടെ മാത്രമാണ് ഇപ്പോൾ ട്രെയിനുകൾ കടന്നു പോകുന്നത്. 1-ാം നമ്പറിലെയും 2-ാം നമ്പറിലെയും 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെയും വൈദ്യുതി ബന്ധം ഏറെക്കുറെ വിച്ഛേദിക്കപ്പെട്ടത് കാരണം അവിടങ്ങളിൽ ട്രെയിനുകൾ ഇപ്പോൾ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിന്റെ സമയത്തിലും മറ്റും മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്.